അച്ഛൻ്റെയും മക്കളുടെയും ശരീരത്തിൽ പുഴുക്കൾ ഒരുപാട് അരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ കയ്യിൽ നിന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 3 വയസ്സായ കുഞ്ഞ് സ്വന്തം അമ്മ കിണറ്റിലിട്ടൊന്ന് ആ കുഞ്ഞിൻ്റെ ആ ഒരു രൂപവും വല്ലാത്തൊരവസ്ഥ തന്നെ വല്ലാണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ എന്നെ വേദനിപ്പിച്ചത്. പിന്നെ അതൊരു ശീലമായി എനിക്ക്. അത് മടിയില്ലാതായി, അറപ്പില്ലാതായി, പേടിയില്ലാതായി. ഒരു കല്യാണം എടുക്കണ പോലെ ഒരു ഡെഡ് ബോഡി ഇൻക്വസ്റ്റിൻ്റെ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റില്ല. ഞാൻ വാതിലടച്ച് ഇവരെ രണ്ടാളെയും കുറ്റിയിട്ട് പോകുമ്പോൾ എൻ്റെ റിസപ്ഷനും വർക്കോ കാര്യങ്ങളോ കഴിഞ്ഞ് വരുന്നത് ഒരു സമയത്താണ്. അതുവരെ എൻ്റെ മക്കൾ രണ്ടും ഒറ്റയ്ക്കാകരുത്. ഞാനത് എൻ്റെ കുഞ്ഞുമക്കളെ കളയാതെ ജീവിക്കുന്നില്ല. എൻ്റെ സന്തോഷം അവരുള്ളിടത്തോളം കാലം ഞാൻ ജീവിക്കും. ഞാൻ ഓടി നടക്കുമ്പോൾ ഞാൻ തീരുമെന്നും പറയാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞിനോട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ട് പോകും, അമ്മൻ എപ്പോഴും പ്രതീക്ഷിക്കരുത് അമ്മ വരുന്നു. ഞാൻ വരുന്നു എന്ന് കാണുമ്പോഴത്തേനും ചാടി പെടഞ്ഞ് എഴുന്നേറ്റ് എന്നെ കടിച്ച് പൊളിച്ച് ഇവിടെയൊക്കെ മാറി ഉമ്മ തരലും അത് വല്ലാത്ത ഫീൽ. അത് രണ്ടാളും അങ്ങനെയാണ്. രണ്ടാൾക്കും ഞാനെപ്പോഴും ഇവിടെ ഉണ്ടാവണതാ ഇഷ്ടം. പക്ഷെ എപ്പോഴും അവർക്ക് എഴുതിയിട്ട് കൂട്ടിയിരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ലല്ലോ. അപ്പം എന്താണെന്നും ഭക്ഷണം എന്താണെന്നും തിരിച്ചറിയില്ല. ഇപ്പം ചില ദിവസങ്ങൾ പുറത്തുനിന്നൊക്കെ കയറി വരുന്ന നേരത്ത് ആ അപ്പി കൈ കൊണ്ട് എടുത്തിട്ടുണ്ടോ, ചിലപ്പോൾ അതെടുത്ത് വായിൽ വെച്ചിട്ടുണ്ട്. ഉച്ചമോളാണെങ്കിൽ ഒന്നും അറിയില്ല, ആരെന്ത് ചെയ്തെന്നറിയില്ല. വാരി കൊടുത്താൽ കഴിക്കാം, അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ അവിടെ കിടക്കും, ചോദിക്കാനറിയില്ല. ചീഞ്ഞതും പുഴുത്തതും പുഴുനാറിയതുമായ ഈ ബോഡി എടുക്കുമ്പോൾ ഒരുപാട് ആംഗിളിൽ നിന്ന് എടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മൾ ആ ബോഡിയുടെ അടുത്ത് പോയിക്കുമ്പോൾ പുഴുക്കൾ അരിച്ചത് ആ ശരീരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിലോട്ട് അഴിഞ്ഞു കയറുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അത് നിന്ന് എടുക്കുമ്പോൾ അവിടെ അറപ്പോ വെറുപ്പോ ഒന്നും നമ്മൾ കാണിച്ചിട്ടല്ല ഫോട്ടോ എടുത്ത് കറക്റ്റ് ചെയ്ത് അതെല്ലാം പൂർണ്ണതയിൽ എത്തിച്ച് ഇവരെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ലാസ്റ്റ് ചില സാറുമാരിൽ നിന്ന് എനിക്ക് ഒരു അവഗണന കിട്ടിയ ഒരു ഡെഡ് ബോഡിയുടെ ബോക്സ് പൊട്ടിക്കുമ്പോഴുണ്ടാവുന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. ആ വീടിൻ്റെ ഡോറ് തുറക്കുമ്പോൾ ഈ 4 ബോഡിയിൽ നിന്ന് വരുന്ന ദുർഗന്ധം. ഇപ്പോൾ ഈ 2 മക്കളും ഇപ്പോൾ ഒരാൾക്ക് വയ്യായികയും കൂടെ ഉണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് ഹസ്ബൻഡ് ശരിക്കും സഹായിക്കാതെ വിട്ടുപോയത്? ബാധ്യത ആണെന്ന് തോന്നുമ്പോഴാണല്ലോ ചില പുരുഷന്മാർ അന്യ സ്ത്രീകളെ തേടി പോണത്. അതിലൊരെണ്ണൻ്റെ ഭർത്താവും ചെയ്തു. എനിക്ക് ആരോഗ്യപരമായിട്ടും മറ്റുള്ള ജീവിതപരമായിട്ടും ഞാൻ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എൻ്റെ കുഞ്ഞുങ്ങളെ സന്തോഷത്തിന് അവരെ സുരക്ഷിതത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ അവരുടെ കൂടെ. എങ്ങനെ നമ്മളെ പെണ്ണാണെന്നും പറഞ്ഞ് അവഗണിച്ച് നിർത്തുന്ന ഒരു പ്രകൃതത്തിൽ ഞാൻ അവിടെ പ്രതികരിക്കുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ അന്ന് എൻ്റെ ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ അടങ്ങി ഒതുങ്ങി പെരക്കകത്ത് ഇരുന്നിരുന്നെങ്കിൽ ഞാൻ ഒന്നല്ലാതായി മാറിയത്. 15 വയസ്സുകാരി മകളെ കെട്ടിയിട്ട ശേഷം മൃതദേഹങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പോകുന്ന ഫോട്ടോഗ്രാഫർ ബിന്ദുവാണ് നമുക്കപ്പോൾ. ഹായ് ചേച്ചി, നമസ്കാരം. ഹലോ ചേച്ചി, മകളെ കെട്ടിയിട്ട് പോവേണ്ട അവസരം എന്ന് പറയുന്നത് വീട്ടിൽ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് അച്ഛനും അമ്മയൊന്നും നോക്കാനില്ല. പിന്നെയുള്ളത് 2ാമത്തെ മകളാണ്. അയാൾ പഠിക്കാനും പ്ലസ് 2 പഠിക്കുകയാണ്. അതുകൊണ്ട് കെട്ടിയിട്ടിട്ട് തന്നെയാണ് ഇപ്പോഴും. കെട്ടിയിട്ടാന്ന് വെച്ചാല് അവളിപ്പോ സ്പെഷ്യൽ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. DK എന്ന് പറഞ്ഞ പ്രൈവറ്റ് സ്കൂളിൽ സ്പെഷ്യൽ സ്കൂളിൽ പോയിട്ടുണ്ട്. പക്ഷെ ക്ലാസ് നിന്ന് വരുമ്പോഴും ചിലപ്പോൾ എനിക്കിങ്ങനെ പുറത്തോട്ട് വർക്കിന് പോകേണ്ടി വരുന്ന ഒരവസ്ഥയിൽ കെട്ടിയിടണം. പിന്നെ അവൾക്ക് സ്കൂളില്ലാത്ത ദിവസവും അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് ഞാനിവിടെ നിന്ന് ഇറങ്ങി പോണത് പോലും. ഒരു അമ്മ ഒരു കുഞ്ഞിനെ കെട്ടിയിട്ട് പോകുമ്പോൾ ചിലർ പലര കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്തിനാ അവരെ കെട്ടിയിരുന്നത്, അവർക്ക് അവിടെ കൂടെ ഇരുന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞ കുറച്ച് ആൾക്കാരുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പറയുന്നവർക്ക് അറിയില്ലല്ല എൻ്റെ ഒരു വരുമാനത്തിലാണ് ഈ കുഞ്ഞുങ്ങൾ പോറ്റണമെന്നുള്ളത്. അപ്പോൾ ആ ഒരു വരുമാനത്തിനാണ് നമ്മൾ എൻ്റെ തൊഴിലിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തോട്ട് പോകുന്നത്. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. ഞാനൊരു ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫറും കൂടിയാണ്. 6 സ്റ്റേഷൻ പരിധിയിൽ ഉള്ള ബോഡികളെ ഇൻക്വസ്റ്റിന് വേണ്ടിയിട്ട് ഫോട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ പോലീസ് ഓഫീസർമാരെ വിളിക്കുന്നതനുസരിച്ച് ഞാൻ പോയി ഫോട്ടോഗ്രാഫി ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ 23 വർഷമായി ഈ ഫീൽഡിൽ ഞാൻ ചെയ്യുന്നത്. ചേച്ചി വളരെ ലാഘവത്തോടുകൂടി 23 വർഷം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ കുറച്ചുകൂടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടെ ആൾക്കാർ കടന്നു വരുമായിരിക്കും. ചിലരൊക്കെ സ്ത്രീകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ 23 വർഷങ്ങൾക്ക് മുമ്പ് ഈ മൃതദേഹങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പോവാന്നൊക്കെ പറയുന്നത് സാധാരണഗതിയിൽ തന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവിടെ പോയി ചെയ്യേണ്ട കുറേ നിയമപരമായ നടപടിക്രമങ്ങളുണ്ട്. അതിനോടൊന്നും നമുക്കിപ്പോഴും നമ്മൾ അത്തരത്തിൽ പോയിട്ടുള്ളപ്പോൾ എനിക്ക് തന്നെ അതിനോട് മാനസികമായിട്ട് നിൽക്കാൻ പറ്റാറില്ല. പിന്നെ നമ്മൾ നിന്നേ പറ്റൂ എന്നുള്ളൊരു കണ്ടീഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ചേച്ചി ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് ആദ്യം കടന്നു പോകുമ്പോൾ മനസ്സിനകത്ത് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഒരു ഫോട്ടോഗ്രാഫർ ആകുമെന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ. എന്തെങ്കിലും ആകുമെന്ന് വിചാരിച്ചിട്ടല്ല ഈ ഫീൽഡ് തിരഞ്ഞെടുത്ത് വന്നതും. ഒരു സാഹചര്യം കൊണ്ട് ഒരു ഫോട്ടോഗ്രാഫർ ആയ ആളാണ് ഞാൻ.
അല്ലാണ്ട് ഒരിക്കലും ഞാനൊരു നല്ല പ്രൊഫഷനിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച ഒരാളല്ല. ഒരുപാട് ഫോട്ടോഗ്രാഫിനെ കുറിച്ച് പഠിച്ചിട്ടുമല്ല ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. ഞാനൊരു റിസപ്ഷനായിട്ട് ഒരു സ്റ്റുഡിയോയിൽ കയറിയതാണ്, ഷാഹുൽ സ്റ്റുഡിയോ മതിലകം. അപ്പോൾ അത് 2002 ഞാനത് വരുന്നത്. അപ്പോൾ ആ സമയത്ത് മതില സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു സ്റ്റുഡിയോ ആണത്. അപ്പോൾ മതില സ്റ്റേഷൻ പരിധിയിലുള്ള എല്ലാ ഇൻബുസ്റ്റ് ഫോട്ടോഗ്രാഫിയും അവിടുത്തെ ഷാഹുൽക്കാണ് വർക്കിന് പോയിരുന്നത്. അങ്ങനെ ഒരു ദിവസം അവിടെ ആരും ഇല്ലാത്ത സമയത്ത് എനിക്ക് പോകേണ്ടി വന്ന ഒരു സാഹചര്യം, ക്യാമറ എടുത്ത്. അങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ ക്യാമറയുമായിട്ട് ഇൻബുസ്റ്റ് ഫോട്ടോഗ്രാഫിന് ഇറങ്ങുന്നത്. ഒരു മരിച്ച 3 വയസ്സായ ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മ കിണറ്റിലിട്ട് കൊന്ന ഒരു കുട്ടിയുടെ ബോഡി ഫോട്ടോ എടുക്കാനാണ് പോണത്. കൈകാലുകൾ വിറച്ച് ഒരുപാട് പറഞ്ഞതാണ്. വീണ്ടും വീണ്ടും ഞാൻ ഈ വാക്കുകൾ ആവർത്തിക്കുന്നത് പോലും എൻ്റെ മനസ്സിൽ നിന്ന് മരണം പോലും മായ്ച്ചു കളയാത്ത ഓർമ്മകൾ ആ ഒരു ബോഡിയിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപാട് നോവ് അനുഭവിച്ച ഒരു സങ്കടം എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യുന്ന ഒരു ബോഡിയായിരുന്നു അത്. എന്താ വെച്ചാൽ 3 വയസ്സായ ഒരു കുഞ്ഞ് സ്വന്തം അമ്മ കിണറ്റിലിട്ട് കൊന്ന് ആ കുഞ്ഞിൻ്റെ ആ ഒരു രൂപം, ആ ഒരു വല്ലാത്തൊരു അവസ്ഥ എന്നെ വല്ലാണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്നെ വേദനിപ്പിച്ചത് ആ ഒരു ഫോട്ടോഗ്രാഫി. പിന്നെ തുടരേണ്ടി വന്ന് പിന്നെ അവിടെ നിന്ന് തന്നെ ഞാൻ കുറേശ്ശെ അവിടുത്തെ ആരും ഇല്ലാണ്ടാവുമ്പോഴൊക്കെ പോലീസ് വന്ന് വിളിക്കുമ്പോൾ ഞാനാണ് കൂടെ ചെല്ലണതും വർക്ക് എടുക്കണതും. പിന്നെ അതൊരു ശീലമായി എനിക്ക്. മടിയില്ലാതായി, അറപ്പില്ലാതായി, പേടിയില്ലാതായി. പക്ഷേ ഈ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്, പോലീസിനെ സഹായിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഒരു ഫോക്കസ് ഔട്ടും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ശരിയായ സ്ഥലത്ത് ഫോക്കസ് ചെയ്തില്ലെങ്കിലോ ഒക്കെ ഒരു വിഷയങ്ങൾ ബുദ്ധിമുട്ടാണ്. അതെങ്ങനെയാ? നല്ല ഷാർപ്പായിരിക്കണം ഈ ഫോട്ടോഗ്രാഫിയിൽ. ഓരോ എവിഡൻസും അതിൻ്റെതായ ഒപ്പിയെടുക്കണം. ഷാർപ്പായത് നമ്മൾ ഫോക്കസ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ ഒരു കല്യാണം എടുക്കണ പോലെ ഒരു ഡെഡ് ബോഡി ഇൻക്വസ്റ്റിൻ്റെ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റില്ല. അതിൽ 2 വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ അത്ര എവിഡൻസ് കറക്റ്റ് അറിഞ്ഞ് തന്നെ ഫോട്ടോഗ്രാഫി ക്ലോസപ്പ് എടുക്കേണ്ടിടത്തും വൈഡ് എടുക്കേണ്ടിടത്തും എവിഡൻസ് ഉള്ളുന്ന ഭാഗങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നമ്മൾ ഏതെല്ലാം ആംഗിളിൽ നിന്ന് എടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫോട്ടോഗ്രാഫി ഇന്ന് വരെ എല്ലാ കേസിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഫോട്ടോഗ്രാഫിയും ഞാൻ പോലീസ് ഓഫീസർമാർക്ക് എത്തിച്ചിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതിൻ്റെ പേരിലാവാം ഇന്നും അവരെന്നെ വിളിക്കുന്നതും ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി നല്ല ഓഫീസർമാരുണ്ട്. അതേപോലെ ചിലർ അതിൽ വിമിഷ്ടം കാണിച്ചവരും ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ പുതിയ പോലീസ് ഓഫീസർമാർക്കൊന്നും ചിലവർക്ക് എന്നെക്കുറിച്ച് അറിയില്ല, ഞാൻ എന്താണെന്ന് അറിയില്ല, എൻ്റെ ജീവിതം എന്താണെന്ന് അറിയാത്തവർ. ചിലർ വിചാരം നമ്മൾ വെറുതെ ഒരു നേരം പോക്കിനാണ് ഈ ഫോട്ടോഗ്രാഫി ചെയ്യണേന്നാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന കൂലി പോലും വാങ്ങുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫിയിൽ ഇപ്പോൾ ഒരു പോലീസുകാരോ ഒരു നാട്ടുകാരോ അല്ല എൻ്റെ കൂലി തീരുമാനിക്കുന്നത്. ഞാൻ ചെയ്യുന്ന എനിക്കൊരു സംഘടന ഉണ്ട്, AKP സംഘടന. ആ സംഘടന തീരുമാനിക്കുന്ന കൂലിയാണ് നമ്മൾ വാങ്ങുന്നത്. അല്ലാതെ നമ്മൾ ഒരു ചീഞ്ഞ ബോഡി എടുക്കുമ്പോൾ അറിയാം അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ, മാനസികാവസ്ഥ. ചീഞ്ഞതും പുഴുത്തതും പുഴുനാറിയതുമായ ഈ ബോഡി എടുക്കുമ്പോൾ ഒരുപാട് ആംഗിളിൽ നിന്ന് എടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മൾ ആ ബോഡിയുടെ അടുത്ത് പോയിക്കുമ്പോൾ പുഴുക്കൾ അരിച്ചത് ആ ശരീരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അത് നിന്ന് എടുക്കുമ്പോൾ അവിടെ അറപ്പോ വെറുപ്പോ ഒന്നും നമ്മൾ കാണിച്ചിട്ടല്ല ഫോട്ടോ എടുത്ത് കറക്റ്റ് ചെയ്ത് അതെല്ലാം പൂർണ്ണതയിൽ എത്തിച്ച് ഇവരെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോൾ ലാസ്റ്റ് ചില സാറുമാരിൽ നിന്ന് എനിക്ക് ഒരു അവഗണന കിട്ടിയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നെ മാനസികമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ചിലരൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവർ കൃത്യമായി ഗൈഡ് ചെയ്യും, ഇന്ന ആംഗിളിൽ നിന്ന് എടുക്കണം. പക്ഷെ എങ്കിലും ചേച്ചി കുറച്ചു കാലം കഴിയുമ്പോൾ ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് വന്നു. ഈ പുതിയ പോലീസുകാരോ പഴയ പോലീസുകാരോ ആരാണെങ്കിലും ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒപ്പിയെടുക്കും. ഇത് ചിലപ്പോഴൊക്കെ കോടതിയിലൊക്കെ തെളിവായി വന്നിട്ടുണ്ട്. ഈ അടുത്ത ദിവസം 2-3 കേസ് എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ അടുത്ത ദിവസം ഒരു അമ്മച്ചിനെ ഇൻക്വസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഭാഗങ്ങളിലൊക്കെ ചെവിയുടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുഖത്തൊക്കെ കൈൻ്റെ വിരലുകളെ പോറലും പാടലും ഇതിവിടെയൊക്കെ ഇങ്ങനെ ഇൻക്വസ്റ്റ് ഹാങ് ചെയ്താൽ വരുന്ന പാടുകളൊക്കെ ഇവിടെ കാണുന്നത്. സാധാ ഒരു ബോഡിയാണത് എന്നും പറഞ്ഞാണ് കൊണ്ടുവന്നിട്ട്, കുഴഞ്ഞു വീണ് മരിച്ച ബോഡി എന്നും പറഞ്ഞാണ് ഇൻക്വസ്റ്റിന് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഞാൻ എടുക്കുന്ന നേരത്തെ ഞാൻ പറയുന്നുണ്ട്, സാറേ ഇത് എന്തോ വേറെ ഒരു അവസ്ഥയിലാണ് ഈ ബോഡി വന്നിരിക്കുന്നത്, അതിൻ്റെ പേരിൽ നമുക്കിത് മെഡിക്കൽ കോളേജിൽ അയക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇതൊരു സാധാ ഒരു മരണമായിട്ട്
തോന്നുന്നില്ല. എന്ന് വെച്ചാൽ മോറൊക്കെ ഇങ്ങനെ പൊത്തി പിടിച്ചതിൻ്റെ അടയാളമൊക്കെ ഈ ഫേസിലുണ്ട്. ഇവിടൊക്കെ ഇങ്ങനെ അമ്മയ്ക്ക് പിടിച്ച് ഇങ്ങനെ പ്രസ് ചെയ്തതിൻ്റെ കൈയിൻ്റെ അടയാളങ്ങൾ ഇവിടെയുണ്ട്. എല്ലാവരും നമുക്ക് ശാരീരികമായിട്ട് തോന്നുന്നത് സംശയാസ്പദമായിട്ടുള്ളൊരു ബോഡിയാണെന്ന് അവിടെ നിൽക്കുന്ന പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. അത് എൻക്വസ്റ്റ്യൻ അയച്ച് ഒരു 12-1 മണി ആയപ്പോഴാണ് മറുപടി പറഞ്ഞു കൊലപാതകമായിരുന്നു എന്നുള്ളത്. അങ്ങനെ 2-3 കേസുകൾ അങ്ങനെ നമ്മളെ മനസ്സിൽ തോന്നുന്ന രീതിയിലായ ഒരു അപകടമായിരുന്നു എന്നുള്ളത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കോടതിയിൽ പോയി പ്രസന്റ് ചെയ്യേണ്ടി വരും, നമ്മൾ സാക്ഷി പറയേണ്ടി വരും. ഈ സാക്ഷി പറയുന്ന സമയത്ത് നമുക്ക് ആദ്യമൊക്കെ ഒരു ആശങ്ക ഉണ്ടാവും. ഫസ്റ്റിലൊക്കെ കോടതിയിലൊക്കെ കയറിയിട്ടത് സാക്ഷിയൊക്കെ പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അത് നമ്മുടെ ജോലിയായിട്ട് മാറുമ്പോൾ അത് നമുക്ക് കൃത്യമായി പ്രസന്റ് ചെയ്യാൻ ഇന്ന ഫോട്ടോ ഇത് ഞാൻ എടുത്തതാണ്, ഇല്ലെങ്കിൽ അവരെന്തെങ്കിലും എക്സ്ട്രാ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ അത് ഫേസ് ചെയ്തിട്ടില്ലേ? അത് ഓർക്കുന്നുണ്ടോ? ഇതിൽ എക്സ്ട്രാ ചോദ്യങ്ങളില്ല. നമ്മൾ ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫറിന് ഒരു സാക്ഷിയാണ് വേണ്ടത്. ആ സാക്ഷിനെ മാത്രമേ അവിടെ ചോദ്യം ചെയ്യുന്നുള്ളൂ. അവര് ഈ ഫോട്ടോ കാണിച്ചിട്ട് ഈ ക്രൈം നമ്പർ പറയും, ഈ ക്രൈം നമ്പർ വർഷവും പറയും. ഈ വർഷത്തിൽ ഈ ക്രൈം നമ്പറിലുള്ള ഫോട്ടോ എടുത്തത് നിങ്ങളാണോ ചോദിക്കുള്ളൂ. ഒറ്റ ചോദ്യമേ ചോദിക്കുള്ളൂ. ഇതിങ്ങനെ കാണിച്ചിട്ട് ചോദിക്കുന്ന ഞാനെടുത്ത ഫോട്ടോ ഏത് കാട്ടി നിർത്തി കാണിച്ചു തന്നാലും ഞാൻ പറയും എൻ്റെ ഫോട്ടോ എനിക്ക് തിരിച്ചറിയാം, എപ്പെടുത്താലും എനിക്ക് തിരിച്ചറിയാം. അപ്പോൾ ഞാനെടുത്താണെങ്കിൽ ഇത് ഞാനെടുത്താണ് സാർ എന്ന് പറയാം. ഒരു വാക്കിലോ നമുക്കവിടെ സാക്ഷിയുടെ ആവശ്യമുള്ളൂ. ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി പോരാം. പക്ഷെ അതിന് വേണ്ടി നമ്മൾക്ക് പോകണം. ഇപ്പതേ ഇരിങ്ങാലക്കൂടെ പോകണം. എനിക്ക് അടുത്ത ആഴ്ച ഉണ്ട് ഒരു സമൻസ് ഉണ്ട്, കോടതിയിൽ പോകണം. ഈ ഫോട്ടോഗ്രാഫിക്ക് ചേച്ചി പോകുന്നു എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ ജീവിതത്തിൽ തന്നെ അതൊരു സർവൈവലാണ്. അത് ഇരട്ടി പ്രശ്നമാണ് ചേച്ചിയുടെ കാര്യത്തിൽ. മകളെ നോക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെറിയ കാര്യമല്ല. പക്ഷേ ചേച്ചി ഫോട്ടോഗ്രാഫിക്ക് പോകുമ്പോൾ അവിടെ കാണുന്ന ചില സങ്കടങ്ങളുണ്ടാവും. ഇപ്പം പലതരത്തിലാണ്. ഈ മരണം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും മാറ്റി നിർത്താൻ പറ്റാത്ത, വെറുതെ ഒരു സ്വാഭാവിക മരണം പോലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോഴാണ് ഒരു പക്ഷേ കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇപ്പം ചേച്ചി അത്തരം കാര്യങ്ങളോടൊക്കെ എങ്ങനെയാണ് മനസ്സ് പ്രതികരിക്കുന്നത്? എങ്ങനെയാണ് അവിടെ പിടിച്ചു നിൽക്കുക? ഒരു വല്ലാത്ത മാനസികാവസ്ഥ ഇരിക്കും. പിന്നെ നമ്മൾ ഈ കേസ് എന്ന് പറയുന്നത് ഒരുപാട് കണ്ട് മനസ്സിനെ മരവിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ചില കേസുകൾ ഇപ്പോഴും 4 ബോഡികൾ ഒരു വീട്ടിൽ ഫാമിലി ഒരു 3-4 കേസ് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. 4 ബോഡികളെ 7 ദിവസം എത്തിയിട്ട് ചീഞ്ഞഴിഞ്ഞ് കൊച്ചിനെ ജനലിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. ഒരു 4 പഠിക്കണ കൊച്ചിനെ, +2 പഠിക്കണ കൊച്ചിനെ ഒരു റൂമിൽ കെട്ടിത്തൂക്കിയിട്ട് എന്ന് വെച്ചാൽ ചീഞ്ഞഴിഞ്ഞ് വയറുകളൊക്കെ ഇങ്ങനെ വീർത്തു പൊട്ടാറായി നിൽക്കുന്നത്. അവരമ്മേനെ ഒരു റൂമിൽ ജനലോടുകൂടി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. അച്ഛൻ ഹാളിൽ തൂങ്ങി നിൽക്കുന്ന ഒരു ചെറിയ ഒരു വീട്ടിൽ 7 ദിവസത്തെ ഒരു ബോഡി ഇരിക്കുമ്പോൾ, ഒരു ഡെഡ് ബോഡിയുടെ ബോക്സ് പൊട്ടിക്കുമ്പോഴുണ്ടാവുന്ന ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ്. ആ വീടിൻ്റെ ഡോറ് തുറക്കുമ്പോൾ ഈ 4 ബോഡിയിൽ നിന്ന് വരുന്ന ദുർഗന്ധം, ഈ ദുർഗന്ധം നമ്മളവിടെ നിൽക്കുന്നവരിൽ നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥതകൾ ഉണ്ടാക്കുമെങ്കിലും നമുക്കത് അറപ്പോ വെറുപ്പോ ആയിട്ട് ഞാനതിനെ കണ്ടിട്ടില്ല. എൻ്റെ ജോലി, എൻ്റെ ഉത്തരവാദിത്തം, അത് ഞാൻ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യാനൊരു കർമ്മനിരതനാണ് അവിടെ. ആ ഒരു ബോധ്യം എന്നിലുണ്ട്. പിന്നെ എനിക്കിതിനോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് കൂടെ ഞാൻ പറയാം. എന്താണെന്നറിയില്ല. ദൈവം ഈശ്വരൻ എല്ലാവരിലും കൊടുക്കുന്നതല്ല, അത് ചിലവരിൽ കൊടുക്കുന്ന ഒരു നിയോഗം എന്നാ ഞാൻ പറയാം അതിനാ. അതുപോലെ ഈശ്വരൻ എന്നെ നിയോഗിച്ചിരിക്കണ പോലെ എനിക്ക് തോന്നുന്നു. ആ ഒരു കർമ്മം ചെയ്യാൻ എന്നെ നിയോഗിച്ചിരിക്കണ പോലെ. അതായത് സത്യസന്ധമായിട്ട് ഞാനത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ ചേച്ചി ഈ അനുഭവങ്ങളിൽ നമ്മളിന്നും ഹോണ്ട് ചെയ്യുന്ന സംഗതികൾ ഉണ്ടാവും. നമുക്ക് ചിലപ്പോഴൊന്നും മറക്കാൻ പറ്റില്ല. ചേച്ചി സ്ഥിരമായിട്ട് ഈ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ കവർ ചെയ്തായിരിക്കും ആ സങ്കടം വരുന്നത്. അങ്ങനെ ഇപ്പോഴും ഓർക്കുന്ന, ഇല്ലെങ്കിൽ നമ്മുടെ ഉറക്കം കെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ 4 ബോഡി തന്നെ ഒരുപാട് നാൾ വരെ എൻ്റെ മനസ്സിൽ വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. ആ കുഞ്ഞ് ജനലിങ്ങനെ തൂഞ്ഞാടി നിൽക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഫേസ്, അതുപോലെ എൻ്റെ മോളെ പോലെ പ്രായമുള്ളൊരു +2 പഠിക്കുന്നൊരു കുഞ്ഞ്, അതിനെ കാലിലും കഴുത്തിലും കൂടെ കെട്ടിയിട്ട് വഞ്ചി കിടക്കണ പോലെ കുഞ്ഞ്, ആ ബോഡി വികൃതമായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ ജനം പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ആ കുഞ്ഞന്ന് പീരീഡ്സാണ്. ഈ പീരീഡ്സ് സമയത്ത് കുട്ടി ഗർഭിണിയാണെന്ന് പോലും ആ ചുറ്റുപാടുള്ള ആൾക്കാരുകൾ നിന്ന് പറഞ്ഞ വാക്കുകളുണ്ട്. അതൊക്കെ എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ച ഒരു നിമിഷം എന്ന് വെച്ചാൽ, സത്യം അറിയാതെ ജനം പറയുന്ന ക്രൂരമായ വാക്കുകൾ അതെന്നെ കൂടെ നിൽക്കുന്നവർ ചതിക്കണ്.
അതൊക്കെ എന്നെ വല്ലാണ്ട് ഈ ബോഡിനെയും കൂടുതൽ എന്നെ വേദനിപ്പിച്ചു എന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ സത്യാവസ്ഥ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഇൻക്വസ്റ്റ് എടുത്തും അറിയാം അതിലെന്താണ് സംഭവിച്ചിരിക്കുന്നത്. പുറമെ നിന്ന് കേട്ടത് വേറൊരു സത്യം. അപ്പം അതൊക്കെ നമ്മളെ വല്ലാണ്ട് വേദനിപ്പിച്ചു. ചില കേസുകൾ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടാവും, ഇതെന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ചേച്ചി അതിൻ്റെ പിന്നാമ്പുറം പോലീസുകാരോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമോ, അത് അവിടെ വിട്ടിട്ട് വരുമോ? ഇല്ല, ചില കാര്യങ്ങൾ അപ്പം തന്നെ നമ്മൾ അറിയാറുണ്ട്. ചിലൊരു പത്രക്കാർ നമ്മളോട് തന്നെ ചോദിക്കും, ബിന്ദു ചേച്ചിക്ക് എന്ത് തോന്നുന്നു ഇത്രയും ബോഡികൾ കാണുമ്പോൾ, ബിന്ദു ചേച്ചിക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഈ 4 ബോഡിയിലൊരു സംഭവം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ അച്ഛനും ഈ 2 മക്കളും മരിച്ച് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അമ്മ മരണം പൂർണ്ണമായിട്ടും സംഭവിച്ചിരിക്കുന്നത്. അപ്പം അച്ഛൻ്റെയും മക്കളുടെയും ശരീരത്തിൽ പുഴുക്കൾ ഒരുപാട് അരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മയുടെ കയ്യിൽ നിന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മരണം ഒരുപോലെ സംഭവിച്ചിരുന്നെങ്കിൽ ഒരേപോലെ ആ മരണത്തിൽ അതേപോലെ പുഴുക്കൾ ആ ശരീരത്തിലും ഉത്ഭവിക്കേണ്ടതായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ അമ്മ വൈകിയാണ് മരണപ്പെട്ടിട്ടുള്ളത്. അമ്മനെ തൂക്കിയിട്ടുണ്ടാവും, പക്ഷെ ആത്മാവ് ശരീരത്തിൽ നിന്ന് ജീവൻ പോവാൻ വൈകിട്ടുണ്ടാവും. അപ്പോഴാണ് അതിൻ്റെ ഫലമായിട്ട് അറിയുന്നത് ശരിയായിരുന്നു, 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവർ മരണപ്പെട്ടിരിക്കുന്നത്. ഇവരിത് ചെയ്തിട്ട് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് കൂടുതലായിട്ട് ജീവൻ പൂർണ്ണമായിട്ടും പോയിട്ടുള്ളത്. പക്ഷെ ഈ അച്ഛനും ഈ മക്കളും വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ വേഗം മരണപ്പെടുകയും ഇവരുടെ ശരീരത്തിൽ പ്രാണികൾ മുട്ടയിട്ട് പുഴുക്കൾ ഉണ്ടാവാൻ വന്നത്. ചേച്ചി, ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമായി കൂടെ നമ്മൾ സമീപിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഒരു സാധാരണക്കാർക്ക് കടന്നെത്താൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. അപ്പോൾ ചേച്ചിയൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചേച്ചിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിനകത്ത് ഒരു സാധാരണ ഫോട്ടോഗ്രാഫർക്ക് അങ്ങനെ മാറാൻ കഴിയും. ഈ സാധാരണ ഫോട്ടോഗ്രാഫറായിരുന്ന ചേച്ചി ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫറായി മാറിക്കഴിഞ്ഞപ്പോൾ വേറൊരു സംഭവമാണല്ലോ ഇത്. കുറേ കഴിയുമ്പോൾ നമ്മൾ തന്നെ അതിലേക്ക് മാറിയിട്ടുണ്ടാവും. ഈ 2 ഫോട്ടോഗ്രാഫേഴ്സിനെ ചേച്ചി ഇങ്ങനെ നോക്കിയിട്ടുണ്ടോ? ഇത് എന്ത് വ്യത്യാസമാണോ? സൗന്ദര്യം ഇല്ലാത്തതും സൗന്ദര്യമുള്ളതുമാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ സൗന്ദര്യം ഇല്ലാത്ത ഫോട്ടോഗ്രാഫിയാണ് കൂടുതൽ ചെയ്യുന്നത്. മരിച്ചു കിടക്കുന്നവന് സൗന്ദര്യം കുറവാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ സുന്ദരമായ ഫോട്ടോ എടുക്കുന്നത് ഞാൻ അവരതാണ്. എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് കള്ളത്തരങ്ങളും കപട്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിട്ട് ശുദ്ധമായിട്ടുള്ളൊരു ബോഡിയാണ് ആ കിടക്കുന്നത്. ഒരു കല്യാണം എന്ന് പറയുന്നത് മേക്കപ്പിലൂടെ ഭംഗി അല്ലെങ്കിൽ ഒരു അഭിനയമാണ്. ഒരു കല്യാണം എന്ന് പറയുന്നത് ഒരു അഭിനയമാണ്. ഇപ്പൊ നമ്മൊരു ഫോട്ടോഗ്രാഫി ചെയ്യാൻ ഒരു കല്യാണ ചെക്കനോടും കല്യാണ പെണ്ണിനോടും നമ്മൾ പറയുന്നത് ചിരിക്കി, ഇങ്ങനെ ആകട്ടു, അങ്ങനെ നിൽക്കൂ, ഹാപ്പി ആവൂ. ഇതൊക്കെ അഭിനയിച്ചുകൊണ്ടാണ് അവർ നമ്മളെ മുന്നിൽ ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു ചിരിക്കാൻ പറയുമ്പോൾ ചിരിക്കാൻ പോലും പറ്റാതെ ചില സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പൊ അതിൽ നിന്നും അത് ഒരു മേക്കപ്പാണ് കല്യാണം, മേക്കപ്പ്. അത് ചിലപ്പോൾ മാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ കാലാവധി. അത് കഴിഞ്ഞാൽ അവരിലായ ഒരു അഭിനയം പൂർണ്ണതയിൽ മാറ്റി വെച്ചിട്ട് ഒരു പച്ചയായ ജീവിതത്തിലേക്ക് പോകണമെന്ന്. അതുപോലെയല്ല ഒരു മരണം എന്ന് പറയുന്നത്. ജീവിതം കഷ്ടപ്പാടെല്ലാം തീർന്ന് ജീവിതത്തിൽ എല്ലാ ദുരന്തങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവനും ഒരു കല്യാണം എന്ന് പറയുന്ന ദുരന്തത്തിനെ വലിച്ച് കൊണ്ടുവരുന്നവനുമാണ്. എന്റെ നിഗമനം അതാണെന്നാണ് എനിക്ക് തോന്നിയത്. വ്യക്തിപരമായ അനുഭവം എന്റെ അനുഭവം കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. കല്യാണം എന്ന് പറയുന്ന ഒരു ദുരന്ത, മരണം എന്ന് പറയുന്ന ഒരു ദുരന്തം അവസാനിപ്പിച്ചിട്ട് പോകുന്ന കാര്യങ്ങളാണ്. ഈ 2 വ്യത്യാസങ്ങളാണ്. ചേച്ചി അത് പറഞ്ഞുകൊണ്ട് ചോദിക്കാം, ഇപ്പൊ ഈ 2 മക്കളും ഇപ്പൊ ഒരാൾക്ക് വയ്യായികയും കൂടെ ഉണ്ട്, എന്നിട്ടും എന്തുകൊണ്ടാണ് ഹസ്ബൻഡ് ശരിക്കും സഹായിക്കാതെ വിട്ടുപോയത്? അതെനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അയാളിൽ വേറൊരു സ്ത്രീ കൂടെയാണ് ജീവിച്ചിരുന്നത്. പെട്ടെന്ന് അയാൾക്ക് എന്നെ ഇനി കൂടുതൽ എന്നെ അംഗീകരിക്കുന്ന പറയുന്നത് അയാൾ അംഗീകരിക്കില്ല എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. എന്നെ ഫേസ് ചെയ്യാൻ അയാൾക്ക് പറ്റില്ല. അയാളെ കള്ളത്തരം പാടെ നമ്മ പൊക്കി പിടിച്ച് അയാളെ മുന്നിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഞാൻ എന്നൊരു ഫേസ് ചെയ്യാനൊരു പേടിയാണ് അയാൾക്ക്. അതാണ് തീർത്തും അയാൾ എൻ്റെ അടുത്തേക്ക് വരാൻ മടിക്കുന്നതിൻ്റെ കാരണം. അതേ നമുക്കൊരു കുഞ്ഞൊരു ബാധ്യതയായിട്ട് തോന്നുന്നു വിചാരിച്ചിട്ടാണോ? അതാണല്ലോ അത് പോണത്. നമ്മളൊരു കുടുംബം ബാധ്യത ആണെന്ന് തോന്നുമ്പോഴാണല്ലോ ചില പുരുഷന്മാർ അന്യ സ്ത്രീകളെ തേടി പോണത്. അതിലൊരെണ്ണന്റെ ഭർത്താവും ചെയ്തു, അത്ര തന്നെ. പിന്നീട് കാണാനും ഞാൻ കണ്ടിട്ടില്ല. 2014 ജൂൺ 2 മാത്രമേ ഈ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത്ര വർഷമായിട്ട് ഞാൻ അയാൾ എൻ്റെ കൺമുന്നിൽ പോലും കണ്ടിട്ടില്ല. കാണാൻ പറ്റരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി എൻ്റെ മുന്നിൽ പോലും ആ മനുഷ്യൻ വരാതിരിക്കട്ടെ.
അയാളെ ജീവിതമായിട്ട് ജീവിച്ചോട്ടെ, എനിക്കൊരു പരാതിയുമില്ല. ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യാനും ശ്രമിച്ചില്ല? ഇല്ല. അവിടുന്ന് സർവൈവ് ചെയ്യാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. ഇനി അത് ലച്ചുവിന് വയ്യ, ഇല്ല. ലച്ചുവിന് വയ്യാത്തൊരവസ്ഥയുണ്ട്, ഇളയാൾക്ക് പഠിക്കണം. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലും ചേച്ചി ഒറ്റയ്ക്ക് തന്നെ നിൽക്കാമെന്നൊക്കെ പറയുന്ന തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈശ്വര നിയോഗം എന്താണെന്ന് വെച്ചാൽ അതേപോലെ നടക്കട്ടെ. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. ഞാൻ ആരെയും കുറ്റം പറയാൻ തയ്യാറില്ല, ആളെയും കുറ്റം പറയാൻ തയ്യാറില്ല. സുഖം തേടി പോകുന്നവൻ അതെന്ത് പിന്നിൽ ബാധ്യതകൾ ഉണ്ടെങ്കിലും തട്ടിയുറപ്പിച്ചിട്ട് പോകും. അത് ഇനി എൻ്റെ കൂടെ കൂട്ടിയാലും അയാൾ പോകും. ആ മനുഷ്യനെ ഞാൻ പിന്നെ എന്തിനാ വലിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു? നമ്മ അനുഭവിക്കണത് നമ്മ അനുഭവിക്കണ്ടേ? എനിക്ക് ഇങ്ങനെ ഒരു നിയോഗമായിരിക്കും ഈ മക്കളെയും കൊണ്ട് ഇങ്ങനെ ജീവിക്കാനായിരിക്കും നിയോഗം. അത് ഞാൻ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നുണ്ടല്ലോ. എൻ്റെ കഷ്ടപ്പാടാണെങ്കിലും ദുരിതമാണെങ്കിലും ഞാനത് എൻ്റെ കുഞ്ഞുമക്കളെ കളയാതെ ജീവിക്കുന്നുണ്ടല്ലോ. എൻ്റെ സന്തോഷം അവരുള്ളിടത്തോളം കാലം ഞാൻ ജീവിക്കും. ലച്ചു വളരുകയാണ്, അയാൾക്ക് 15 അത് വയസ്സായി. ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ ഞാനല്ലല്ലോ അതൊക്കെ തീരുമാനിക്കുന്നത്. സ്വയം ഒരപ്പൻ തീരുമാനിക്കേണ്ട കാര്യമല്ലേ? ഒരു വയ്യാത്ത കുഞ്ഞുണ്ട്, അനിയന് വളർന്നൊരു മോളുണ്ട്, ഞാൻ കൂടെ കൂട്ടിയ ഒരു ഭാര്യയുണ്ട്, സ്വന്തം അച്ഛൻ അമ്മ. അത് ഞാനല്ലല്ലോ ഇവരിട്ടേച്ച് പോയത്. എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ അവരച്ഛനും അമ്മനെയല്ലേ അവരിട്ടേച്ച് പോയത്. അയാൾ ഇട്ടേച്ച് പോയിട്ട് ഒരച്ഛനും അമ്മനെയും കൈവിട്ടില്ല. മരണം വരെ ഞാൻ അവരെ കൂടെ കൂട്ടി. അത് എൻ്റെ ബാധ്യത. പുള്ളിയുടെ അച്ഛനും അമ്മയും അവരച്ഛനമ്മ ഞാൻ കൈവിട്ടില്ല. അവർക്ക് എല്ലാവരും ഉണ്ട്, മക്കളും എല്ലാവരും ഉണ്ട്, ആരും നോക്കില്ല. ഞാനാ മരിക്കണ വരെ എൻ്റെ അടുത്താണ് മരിച്ചത്. കർമ്മങ്ങളൊക്കെ എൻ്റെ അടുത്ത്. അത് ഭംഗിയായിട്ട് ഞാൻ ചെയ്തു. എനിക്ക് ആരോടും ഒരു ബാധ്യതയില്ല, ആരോടും ഒരു പരാതിയും ഇല്ല ആ കാര്യത്തിൽ. എനിക്ക് സന്തോഷം ഉണ്ടായിട്ടുള്ളൂ അവറ്റങ്ങൾ എൻ്റെ കൂടെ നിന്നപ്പോൾ. എനിക്കൊരു ബലമായിരുന്നു, എനിക്കൊരു താങ്ങായിരുന്നു അമ്മ അച്ഛനും. ഇപ്പോൾ ചേച്ചിയുടെ അച്ഛനമ്മയും എൻ്റെ അച്ഛനും ഒക്കെ നേരത്തെ മരിച്ചു. അപ്പോൾ ഇനി നിങ്ങൾ ഈ പറയുന്ന 3 പേര് മാത്രമേ ഉള്ളൂ? എൻ്റെ കാലം വരെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കും. അതെൻ്റെ ആയുസ് വരെ, എനിക്ക് എൻ്റെ ആരോഗ്യം വരെ. എത്ര നാളുണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനൊക്കെ ഓടി നടക്കുമ്പോൾ ഞാൻ തീരുമെന്നും പറയാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞിനോട് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ട് പോകും, അമ്മൻ എപ്പോഴും പ്രതീക്ഷിക്കരുത് അമ്മ വരുന്നു. എൻ്റെ മോൻ ബലവാനാവണം, അല്ലാതെ ഇനി ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രാപ്തനാക്കില്ല. പാഠം കൊണ്ട് ഞാൻ പഠിച്ചതാ. സ്വയം പ്രാപ്തിയാവുക, സ്വയം തൻ്റെ അടുത്തോട്ട് ജീവിക്കാൻ പഠിക്കുക. അതിൽ കൂടെ അവൾ അനിയത്തിനെ നോക്കാൻ അവൾ പ്രാപ്തിയാവട്ടെ. റില്ലാണ് ജീവിതം. ജീവിതം റില്ലേറ്റാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അച്ഛന്മാർ കഴിഞ്ഞു, മക്കൾ കഴിഞ്ഞു, നമ്മുടെ മക്കളിലൂടെ പോകും. അല്ലാണ്ട് ഇനി മക്കൾ എന്താവുമെന്ന് ഓർത്തിട്ട് നമ്മൾ അവിടെ സ്റ്റക്ക് ചെയ്ത് നിന്നിട്ട് കാര്യമില്ലല്ലോ. ഓടുന്നത് എവിടത്തോളം നമ്മൾ എത്തുന്നിടത്തോളം അവിടെ അവസാനിക്കുമ്പോൾ ആവട്ടെ. വിഷ്ണുവാണ് മൂത്തതല്ലേ? ഞാൻ വിചാരിക്കുന്നത് ലക്ഷ്മിയാണ് മൂത്തതെന്നായിരുന്നു. വിഷ്ണുവാണ്. അപ്പം അവള് കുഴപ്പമില്ല, അവള് നല്ല പക്വതയുള്ള കുട്ടിയാണ്. അവളെ പ്രായത്തിന് നന്നായിട്ട് പക്വതയുണ്ട്, മനസ്സിലാക്കാനുള്ള ചിന്താഗതി ഉണ്ട്. അവളെ അനിയത്തിനെ കുഞ്ഞിതിലേ തുടങ്ങി അവള് നന്നായിട്ട് സംരക്ഷിക്കുകയായിരുന്നു. എല്ലാ ഒരു മക്കളെ പോലെ ഒരു സന്തോഷമോ സൗഭാഗ്യങ്ങളോ ഒന്നും എൻ്റെ കുഞ്ഞിനെ കിട്ടിയിട്ടൊന്നുമില്ല. ചെറുതിലേ തുടങ്ങി ഞാൻ വാതിലടച്ച് ഇവരെ രണ്ടാളെയും കുറ്റിയിട്ട് പോകുമ്പോൾ എൻ്റെ റിസപ്ഷനോ വർക്കോ കാര്യങ്ങളോ കഴിഞ്ഞ് വരുന്നത് ഒരു സമയത്താണ്. അതുവരെ എൻ്റെ മക്കൾ രണ്ടും ഒറ്റയ്ക്കാണ് പെരകത്ത്. ഇന്ന് അവർ വലുതായിട്ട് ഒരു 3 വയസ്സ് 4 വയസ്സ് തുടങ്ങി ഒരു അനാഥ പോലെ ജീവിച്ച കുട്ടികൾ. 5 വയസ്സിലൊക്കെ എൻ്റെ കുഞ്ഞ് അവൾ അനിയത്തിനെ നോക്കിയിട്ടുണ്ട്. അവൾ സ്മാർട്ടാണ്. ചേച്ചിക്ക് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇപ്പം വീടിൻ്റെ കാര്യത്തിലൊക്കെ ആളുകൾ സഹായിച്ചു. അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യത്തിലും അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ഒരു കുഞ്ഞിനെ മറ്റൊരിടത്തേക്ക് ആക്കാന്നൊക്കെ പറയുമ്പോൾ ചേച്ചിക്ക് അത് ബുദ്ധിമുട്ടാണ്? ഇല്ല, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഒരിക്കലും ഒരാളെ എടുത്ത് ഒരു അനാഥാലയത്തിലേക്ക് ആക്കില്ല. എൻ്റെ ആയുസ് വരെ ഞാൻ എൻ്റെ മക്കളെ നോക്കും. ഞാൻ അവരാക്കുമ്പോൾ എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ അവരാക്കുന്നത്. ഞാൻ എൻ്റെ സുഖത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളല്ല, എൻ്റെ മക്കളെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. അല്ലാതെ എനിക്ക് ആരോഗ്യപരമായിട്ടും മറ്റുള്ള ജീവിതപരമായിട്ടും ഞാൻ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എൻ്റെ കുഞ്ഞുങ്ങളെ സന്തോഷത്തിന് അവരെ സുരക്ഷിതത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ അവരുടെ കൂടെ. അവരമ്മ എന്നതിലേക്ക് എൻ്റെ സ്വയം മനസ്സാക്ഷിനെ ഞാൻ ബോധിപ്പിക്കാറുണ്ട്. ഞാൻ തൃപ്തിയാണ്. ഞാൻ എൻ്റെ മക്കൾ എന്ന നിലയിൽ, എൻ്റെ അവരുടെ അമ്മ എന്ന നിലയിൽ ഞാൻ അവരെ സംരക്ഷിക്കുന്നുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ കഴിവനുസരിച്ച് അതിൽ ഞാൻ തൃപ്തിയാണ്. ചേച്ചിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ഒരു പക്ഷേ
ലക്ഷ്മിയെ നന്നായി നോക്കാൻ കഴിയുന്നു, നന്നായിട്ട് ജോലി ചെയ്യാൻ കഴിയുന്നു, അത് രണ്ടുമായിരിക്കില്ലേ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ മോളെ എൻ്റെ കഴിവനുസരിച്ച് നോക്കുന്നുണ്ട്. കഷ്ടപ്പാടുകളുണ്ട്, അതൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത്. സുഖമല്ല ജീവിതം, സങ്കടവും ദുരിതവും സന്തോഷമൊക്കെ നിറഞ്ഞത് തന്നെയാണ് ജീവിതം. സുഖം മാത്രം ഒരു ജീവിതം ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് ഈ ഒരു ജീവിതം ഞാൻ ഒരുപാട് ആസ്വദിക്കുന്ന ഒരാളാണ്. ഒരു രാത്രി പോലും, ചില രാത്രികൾ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഉറങ്ങാൻ കൊതിക്കുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് പരാതികളില്ല, എൻ്റെ കുഞ്ഞുങ്ങളോട് പരാതികളില്ല എനിക്ക്. അതാണ് എൻ്റെ ജീവിതം, അതാണ് എൻ്റെ സന്തോഷം. ഒരമ്മ ഞാൻ. ഇവർ രണ്ടുപേരും ഏതൊക്കെ അവസരങ്ങളിലാണ് ഹാപ്പി ആവുന്നത്? അതായിരിക്കും ചേച്ചിയുടെ ഇവർക്ക് ഏറ്റവും വലിയ എപ്പോഴും അവരുടെ അടുത്ത് ഞാനുള്ളത് തന്നെയാണ് ഹാപ്പി. ചേച്ചി ജോലി കഴിഞ്ഞ് വരുന്ന മൊമെന്റ്സ് ആയിരിക്കും അല്ലേ അവരുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ്? അവരുടെ അടുത്ത് എപ്പോഴും ഞാൻ ഉണ്ടാവുന്നതാണ് അവർക്ക് ഇഷ്ടം. ഞാൻ വരുമ്പോൾ അവരുടെ ഫേസിലായ സന്തോഷം കാണും. ലക്ഷ്മി എങ്ങനെയാണ് ചേച്ചി മനസ്സിലാക്കിയെടുക്കുന്നത്? അത് ലക്ഷ്മിയുടെ എന്റെ വണ്ടി അപ്പുറത്തോട്ട് വരുന്ന സൗണ്ട് അവൾക്ക് അറിയാം. ഇവിടെ നിന്നേ സൗണ്ട് എടുക്കും ഞാൻ വരുന്നേക്കുമ്പോ. വരുമ്പോഴത്തേനും വായൊക്കെ തുറന്ന് ഇങ്ങനെ എന്നെ കടിക്കുക, പിച്ച് മാന്തേ, സന്തോഷം കൂടും. എന്താ ചെയ്യണേന്ന് അറിയില്ല. ഇരുത്തിരി നേരം കൂടുതൽ എന്നെ കാണാതിരിക്കുമ്പോൾ അവൾക്കൊരു മൗന ഇരിപ്പൊക്കെയാണ്. ഞാൻ വരുന്നു കാണുമ്പോഴത്തേനും ചാടി പെടഞ്ഞ് എഴുന്നേറ്റ് എന്നെ കടിച്ച് പൊളിച്ച് ഇവിടെയൊക്കെ മാന്തി ഉമ്മ തരലും. അത് വല്ലാത്ത ഫീൽ. അത് രണ്ടാളും ഇങ്ങനെയാണ്. രണ്ടാൾക്കും ഞാനെപ്പോഴും ഇവിടെ ഉണ്ടാവണതാ ഇഷ്ടം. പക്ഷെ എപ്പോഴും അവർക്ക് എഴുതി കൂട്ടിയിരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ലല്ലോ. ഈ ലക്ഷ്മി വളരുന്നുണ്ട്. ഈ വളരുന്നതിനനുസരിച്ച് അവളുടെ ആവശ്യങ്ങളും ഒക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അമ്മയാണ് ഏറ്റവും കൂടുതൽ അത് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഒരുപക്ഷെ പുറത്തെ ആൾക്കാരോടൊന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് ചേച്ചി മാനേജ് ചെയ്തു പോകുന്നത്? കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടോ അവർക്ക് സംസാരിക്കാൻ പറ്റുന്ന? കൂട്ടുകാരിൽ ഉണ്ട്, പക്ഷെ ചില അനുഭവങ്ങൾ നമുക്ക് ശരിയല്ല എന്ന് തോന്നുമ്പോൾ എല്ലാവരോടും തിരിച്ചു പറയാൻ പറ്റുന്നതല്ലല്ലോ. അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഈ പഠിക്കാനൊക്കെ വിടുമ്പോഴും ഒക്കെ ഈ സ്വയം കാര്യങ്ങൾ നിർണ്ണയിക്കാൻ കഴിയാത്ത കുട്ടിയാണ്. ഒന്നും അറിയില്ല. ആ രൂപം മാത്രമേ ഉള്ളൂ. സ്നഗ് ഇടണം, 24 മണിക്കൂർ അവൾക്ക് സ്നഗ് യൂസ് ചെയ്യണം. അപ്പം എന്താണെന്നും ഭക്ഷണം എന്താണെന്നും ഇന്നും തിരിച്ചറിയില്ല. ഇപ്പം ചില ദിവസങ്ങൾ ഞാൻ പുറത്തുനിന്നൊക്കെ കയറി വരുന്ന നേരത്ത് ആ അപ്പി കൈ കൊണ്ട് എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ അതെടുത്ത് വായിൽ വെച്ചിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിൽ ഒരു അമ്മയ്ക്ക് ഉണ്ടാകുന്നൊരു വേദനയുണ്ട്. ഏത് സ്റ്റേജിലാണ് ശരിക്കും ഓട്ടിസത്തിൻ്റെ ഏത് സ്റ്റേജാണെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത്? ഓട്ടിസ്റ്റിക് മാത്രമല്ല ഇവൾക്ക് റെറ്റിൻ എന്നൊരു അസുഖം കൂടി ഉണ്ട്. അത് അപൂർവം പെൺകുട്ടികളിൽ മാത്രം കൂടുതലായിട്ട് കണ്ടുവരുന്നതാണെന്നാണ് പറയുന്നത്. അപൂർവം കുട്ടികളിൽ ഉണ്ടാവുള്ളൂ അത്ര അങ്ങനത്തെ അസുഖം. ആൺപിള്ളേരിൽ അങ്ങനത്തെ അസുഖം വരുന്ന കുട്ടികൾ കുറച്ച് നാൾ കഴിയുമ്പോൾ മരണം സംഭവിക്കും. ഇവർക്ക് മരണമല്ല സംഭവിക്കപ്പെട്ടെന്ന്, ഇവർക്കൊരു വീക്കം വരും, ശരീരം വീക്കം വരും. അങ്ങനെ ഇവർ കിടപ്പിലാകും എന്നാണ് ഡോക്ടർ എന്നോട് പറയുന്നത്. ഒരു ഏജ് ആവുമ്പോൾ വേറെ ചികിത്സകളിൽ ഇവർക്ക് അതിന് ട്രീറ്റ്മെന്റ് ഇല്ല. അത് ഭയങ്കര റേറ്റ് കൂടുതൽ ഉള്ളതിൻ്റെ പേരിൽ അതിനൊരു ട്രീറ്റ്മെന്റ് ഇവരെടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പം ഓട്ടിസ്റ്റിക്കിന് നമ്മൾ മെഡിസിൻ കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റണില്ല, ഫിക്സ് ഉള്ളതിൻ്റെ പേരിൽ. ഫിക്സ് കൂടുതലാണ് ഫിക്സ്. ബ്രെയിൻ സംബന്ധമായിട്ട് ഈജ് എടുത്തതിൽ ഫുള്ള് ഫിക്സാണ്. അത് തലടിച്ചത് ഈ അടുത്ത ദിവസം തലടിച്ച് വീണു മുഴച്ച് രാത്രി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി സ്കാൻ ചെയ്ത് കൊണ്ടുവന്നു. അപ്പം ഒരു രാത്രി നേരത്താണെങ്കിൽ ഈ കുഞ്ഞ് അടിച്ച് വീഴുന്ന നേരത്ത് എനിക്കൊരു അവസ്ഥയുണ്ട് ഇതിനെ കൊണ്ടുപോവാൻ്റെ ഒരു അവസ്ഥ. അത് ഞാൻ വല്ലാണ്ട് സങ്കടപ്പെടുന്നത്. ഇവിടെ വലിച്ചു പൊക്കി വണ്ടി കയറ്റാനും വണ്ടി നിറക്കാനും ഡോക്ടറെ അടുത്ത് പോയി ഒന്ന് വെയിറ്റ് ചെയ്യാനൊക്കെ ഞാൻ ഒരുപാട് വിഷമിക്കും. അവൾ വളരും തോറും ബലം കൂടുന്നുണ്ടാവും. എനിക്ക് താങ്ങാൻ പറ്റില്ല. നമ്മുടെ ഈ ഒരു ഫീൽഡിലെ വരുമാനം കൊണ്ടാണ് ഞാൻ ഈ ജീവിച്ചു തീർക്കുന്നത്. പക്ഷെ അതിന് ചില സിറ്റുവേഷനിൽ എനിക്ക് മാനസികമായിട്ട് വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മ ചിലപ്പോൾ നമ്മൾ ഫീൽഡിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവർ മൊബൈലിൽ എടുക്കുകയും, അപ്പോൾ നമ്മൾ ഈ ഓടിച്ചെല്ലുമ്പോൾ നമ്മൾ മാനസികമായിട്ട് വല്ലാണ്ട് വിഷമിക്കും. അപ്പോൾ എടുക്കുമ്പോൾ എന്താ എടുക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ എടുത്തു കഴിഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങളുടെ ആവശ്യമില്ല എന്ന് പറയുന്ന
അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെയായിരിക്കും നമ്മൾ ചിലപ്പോൾ ഉറക്കില്ലാണ്ടിരുന്നിട്ട് വരുന്ന ഉറക്കായിരിക്കും. അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ആവശ്യം, കുഞ്ഞ് മരുന്ന് മേടിക്കണം, അവളെ ആവശ്യങ്ങൾ നടത്തണം, വീട്ടിൽ ചിലവ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ഒരു വർക്കിന് പാതിരായാലും പലിശയായാലും നമ്മൾ വണ്ടി എടുത്ത് പ്രാണം തെല്ലണ പോലെ നമ്മൾ ഓടി ചെല്ലുമ്പോഴും നമ്മൾ അപമാനിക്കണ പോലെ ചെയ്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരു ഫോട്ടോഗ്രാഫർ ആവുന്നത് അധികം നമ്മൾ ഉണ്ടാവാതിരുന്നൊരു കാലഘട്ടത്തിലാണ് ചേച്ചി വന്നത്. അതും ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫിയിലേക്ക് വരുന്നു. ആ സമയത്തും ഒക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ സർവൈവ് ചെയ്ത് ചേച്ചി ഒരു തരത്തിലൊരു സക്സസ് ആണ്. കുട്ടികളെ നോക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ആ സർവൈവലിൻ്റെ ആക്കം കൂടുതലായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ചേച്ചി ഒരുപാട് ബഹുമാനങ്ങൾ കിട്ടി തുടങ്ങുന്നുണ്ട്. ഒരു ഇൻസ്പിറേഷനാണ്. പലരും വിളിച്ചിട്ട് ഇപ്പോൾ വനിതാ ദിനത്തിനാണെങ്കിൽ നമ്മളൊരു ആളിനെ സംസാരിക്കാൻ, ഞാനിപ്പോൾ ഇന്ന് വനിതാ ദിനത്തിന് ചേച്ചിയെ തന്നെ കണ്ടുപിടിച്ചത് ചേച്ചിയോളം അത്രയും കരുത്തുള്ള മറ്റൊരാളെ എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ചേച്ചിയുടെ ഒരു സർവൈവലുണ്ട്. ഇതിന് കിട്ടുന്ന ഒരു അംഗീകാരങ്ങളുണ്ട്, ജനം അംഗീകരിക്കുന്നുണ്ട്, ചില സഹായങ്ങളായിട്ട് വന്നിട്ടുണ്ട്, മറ്റ് പുരസ്കാരങ്ങൾ ഇല്ലെങ്കിൽ സംസാരിക്കാൻ ഒരു വേദി ഒരുക്കലൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ചെന്ന് നിന്ന് ചേച്ചി സംസാരിക്കുമ്പോൾ ഞാൻ പ്രൗഡാവാറുണ്ട്. ചേച്ചി അത് അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അത് നമ്മുടെ ഒരു ആവേശമല്ലേ, ഒരു ഊർജ്ജമല്ലേ? തീർച്ചയായിട്ടും അതൊരു ജനം അംഗീകരിച്ചു എന്നുള്ളൊരു സംതൃപ്തിയാണ് നമുക്ക് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ. നമ്മൾ ജനം അംഗീകരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ തൊഴിലിനെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന്. അത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. നമ്മൾ അമൃത കോളേജിൽ വിഷ്വൽ കോളേജിൽ എൻ്റെ ഒരു സ്റ്റോറി, ഒരു ഇൻക്വസ്റ്റ് ഫോട്ടോഗ്രാഫിനെ കുറിച്ച് 1.5 മണിക്കൂർ ക്ലാസ് പോലും ഞാൻ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 2 മണി തുടങ്ങി 3 മണി വരെ എൻ്റെ ഒരു പ്രഭാഷണം. ഒരു ദിവസത്തെ സെലിബ്രേറ്റ് ആയിരുന്നു ഞാൻ അവിടെ നിന്ന്. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ പറ്റാത്ത അനുഭവം എനിക്കന്ന് ആ കോളേജിൽ നിന്ന് ആ കുട്ടികളും അവിടുത്തെ മാനേജ്മെൻറ്റും തന്നെന്നുള്ളതാണ്. ഞാൻ എന്നോട് ഇവർ വിളിച്ചിട്ട് പറയും, ബിന്ദുവിൻ്റെ ഒരു അനുഭവം ഈ മക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറയുമ്പോഴും ഞാൻ സാറോട് ചോദിക്കും, എന്ത് പറയാനാണ് സാറേ, ഞാൻ എന്തെങ്കിലും അഞ്ഞനം കൊഞ്ഞനം പറയൂ? ഒന്നും പറയില്ല, നീ നിൻ്റെ ജീവിതം മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ആകെ മാറിയാണ്. ഞാൻ അറിയാതെ ഞാൻ അടിച്ചു പൊളിക്കാണ്. അല്ല, ഈ ക്രൈസിസുകൾ ഒരുപാട് ഇങ്ങനെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ച് പോകുന്നത്, കുഞ്ഞിൻ്റെ അസുഖം ഉള്ളപ്പോൾ തന്നെ അത് മാനേജ് ചെയ്യേണ്ടി വരുന്നുണ്ട്, കുഞ്ഞ് വളരുന്നു എന്ന് പറയുന്നൊരു ആശങ്ക നമ്മുടെ മനസ്സിനകത്തുണ്ട്. ആ സമയത്താണ് നമ്മൾ ചെയ്യുന്നത് കുറേ ജീവിതങ്ങൾ എന്ന് വെച്ചാൽ മൃതശരീരങ്ങളാണ് നമ്മൾ കാണുന്നത്. അവരുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും, പത്രങ്ങളിലൊക്കെ അത് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ വിശദമായിട്ട് അവരെക്കുറിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതും ഒരു സങ്കടമാണ്. ഈ അടുത്ത ദിവസം കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ്റെ പരിധിയിലുള്ള ഒരു ഇൻക്വസ്റ്റിന് വേണ്ടി രാത്രി ഞാൻ പോകണം. എന്നോട് ഒരു 9 മണി നേരത്താണ് വിളിച്ച് പറയണം, ഇത് പെട്ടെന്ന് വാ എന്ന് പറയുമ്പോഴും ഞാൻ ആ സമയമോ അന്തരീക്ഷം ഒന്നും നോക്കാറില്ല. മഴയുണ്ടോ, രാത്രിയാണോ, പട്ടിയാണോ, പുഴുണ്ടോ, ഒന്നുമല്ല എൻ്റെ ചിന്ത. എന്നെ വിളിക്കുന്ന ഒരു ഉത്തരവാദിത്വത്തോടുകൂടി ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു വിശ്വാസത്തിൽ ആ രാത്രി പോലെ തന്നെ ഒരു പെണ്ണായി എന്നെ അവർ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ അവർക്ക് എന്നോടുള്ളൊരു വിശ്വാസമാണ് അത്. ഞാനിവിടുന്ന് വണ്ടി എടുത്ത് മോളോട് പറയും, മോളെ മോളെ നീ നോക്കിക്കോളണം, വാതിലടച്ചോ. ഞാൻ ഈ ഇരുട്ടത്ത് റോഡ് പണിയൊക്കെ കുളം തോണ്ടി കിടക്കുന്ന ഒരു ടൈമിൽ കൂടെ ഞാൻ വണ്ടി എടുത്ത് എത്ര സ്പീഡിലാണ് ഞാൻ അവിടെ എത്തണമെന്ന് എനിക്കറിയില്ല. ഞാനത് എടുത്ത് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ 11 മണിയോ 12 മണി ആയിട്ടുണ്ടാവും. ആ നേരത്ത് ഇപ്പോൾ ഇവർ എന്നെ കൊണ്ടുവന്നാക്കൊന്നുമില്ല സാറുമാർ എന്ന് വെച്ചാൽ അവർ കൂടെ പോരാ. അത് പക്ഷെ അവരെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെ പോയിട്ട് തിരിച്ചു പോരും. തിരിച്ചു പോരുന്ന വഴിക്ക് കഞ്ചാവ് അടിക്കണവരുണ്ടാവും, അവിടെ ഇവിടെ കള്ളുപിടിച്ച് പറ്റായിട്ടിരിക്കണവരുണ്ടാവും, പട്ടികളുണ്ടാവും ഒക്കെ. അവരിടയിൽ കൂടെ വണ്ടി ഓടിച്ച് വരുമ്പോൾ ഞാൻ സുരക്ഷിതേ അല്ല. അപ്പം ചിലവരിങ്ങനെ വന്നിട്ട് ഞാനൊരു വഴി ചോദിക്കുക, ആരെങ്കിലും നിൽക്കണം, ചേട്ടാ ഹൈവേയിലേക്ക് കയറാൻ പറ്റിയ വഴി എന്ന് വെച്ചാൽ 4 വഴി ഇങ്ങനെ കിടക്കുമ്പോൾ ഏത് വഴി കൂടെ കയറും നിർത്തുമ്പോൾ ചില കുടിയന്മാർ ഞാൻ പിന്നിൽ കൂടെ കയറാം, കൊണ്ടുവന്നാക്കി തരാം എന്ന് പറയുമ്പോൾ ചേട്ടൻ വരണ്ട. അന്ന് സ്ഥാനത്ത് അതൊരു ഡെഡ് ബോഡി ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പിന്നിൽ കയറ്റി കൊണ്ടുപോരും. എന്നാലും ഞാൻ ഒരു ജീവനുള്ള ഒരു മനുഷ്യന് എൻ്റെ പിന്നിൽ വണ്ടിയിൽ ഞാൻ കയറ്റില്ല. ഒരു ഡെഡ് ബോഡിന് വേണമെങ്കിൽ എൻ്റെ പിന്നിൽ വെച്ചിട്ട് ഞാൻ കൊണ്ടുപോരാം. അത്ര വിശ്വാസമാണ് എനിക്ക് അതിന്. അത്ര പോലൊരു ജീവനുള്ള മനുഷ്യൻ എൻ്റെ വണ്ടിയുടെ പിന്നിൽ കയറ്റാൻ എനിക്ക് വിശ്വാസമല്ല. ചേച്ചി ഇപ്പോൾ ഇത് പറയുമ്പോൾ ചേച്ചിക്ക് 23 വർഷത്തെ പരിചയമായി. പക്ഷേ ഇത് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ അല്ല. ഒരു വനിതാ ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ കല്യാണത്തിന് ഫോട്ടോ എടുക്കുന്ന ഒരു ഭംഗിയുള്ള ഫോട്ടോഗ്രാഫർ, അയാൾ രാത്രി സഞ്ചരിച്ചിട്ട് ഈ പ്രശ്നങ്ങളെയൊക്കെ താണ്ടിയിട്ട് വരണം. അത് കുറച്ചുകൂടി ഒരു ക്രൈസിസ് ആയിരുന്നില്ലേ ശരിക്കും ചെറുപ്പത്തിൽ? നമുക്ക് ആ പ്രായത്തിലൊരു
ചോരത്തിളപ്പം എന്നൊക്കെ പറയല്ലേ, അത് എന്തിനും പേടിയില്ലാത്തൊരു പ്രായമല്ലേ. അപ്പൊ എന്തിനെ നേരിടാനുള്ളൊരു ധൈര്യമാവും നമുക്ക്. ആ ധൈര്യം ആണ് നമ്മളായ ജോലിക്ക് വരാനും ആ ഒരു ഫീൽഡിനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാനും കഴിഞ്ഞതെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. ആ പ്രായം ശരിക്കും ഗുണകരമാവുകയാണ്. ഗുണം, ഭയങ്കര ഗുണം എനിക്ക് ഉണ്ടായിരുന്നത്. എന്താന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ഞങ്ങൾ 5 പെൺകുട്ടികളാണ്. എൻ്റെ ചേട്ടൻ ഒരു ആങ്ങളയുണ്ട്. അപ്പൊ എൻ്റെ അമ്മ അന്നെന്ന് വെച്ചാൽ പറയുമ്പോൾ നമ്മള് ദാരിദ്ര്യം ഉള്ളൊരു ടൈം. അപ്പൊ അച്ഛനും അമ്മയ്ക്കും മാത്രം അമ്മ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണം ഉള്ളതെന്ന് എടുത്തിട്ട് അച്ഛനും അമ്മയ്ക്കും വെച്ചു കൊടുക്കും, മാറ്റി വെക്കും. പെൺകുട്ടികൾക്ക് പിന്നെ എന്നുള്ള. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ ആരാ, വയല കുന്നിലപ്പനാ, എനിക്കവിടെ വിളമ്പ്, അങ്ങനെ പറയുന്നൊരു പ്രായം ഇന്നുണ്ട് എനിക്ക്. അങ്ങനെ ഒരു അവഗണന ഞാൻ എവിടെ സഹിക്കില്ല. നമ്മളെ ഇങ്ങനെ പിന്നിലേക്ക് വലിച്ചിടുന്ന ഒരു അവഗണന എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ അനീതി കണ്ട അവിടെ ഞാൻ പ്രതികരിച്ചിരിക്കും, ഞാനവിടെ അടിച്ച് പൊളിച്ചിരിക്കും. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അന്നത്തെ ആ ശീലം പോലെ തന്നെ ഇപ്പോഴും. എങ്ങനെ നമ്മളെ പെണ്ണാണെന്നും പറഞ്ഞ് അവഗണിച്ച് നിർത്തുന്ന ഒരു പ്രകൃതത്തിൽ ഞാൻ അവിടെ പ്രതികരിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ അമ്മ പോലും ചേട്ടന് ആണുങ്ങൾക്ക് ഭക്ഷണം കളഞ്ഞിട്ട് പെണ്ണുങ്ങൾ തിന്നാൽ മതി എന്ന് പറയുന്നു എൻ്റെ അമ്മ. ഞാൻ പറഞ്ഞു അത് പറ്റൂല, എനിക്കും അവിടെ വിളമ്പണം. അപ്പൊ എൻ്റെ അമ്മ ഇപ്പൊ പറയും 3 ആണുങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ ഭക്ഷണം വിളമ്പും. അങ്ങനെ പറയും, ഇവിടെ 3 ആണുങ്ങൾക്ക് ഇപ്പോൾ ഭക്ഷണം നേരത്തെ വിളമ്പണം എന്ന് പറയാണ്. മറ്റേ ചേച്ചിമാരൊക്കെ ഭയങ്കര പാവങ്ങളാ, എന്തെങ്കിലും ഇത്തിരി വെച്ചിട്ട് മൂലയിൽ വിളിക്കും. ഞാൻ അന്ന് അങ്ങനെ മൂലയിൽ വിളിക്കാനൊന്നും പോകില്ല. എൻ്റെ ചേട്ടനൊന്നും ഇഷ്ടമല്ലായിരുന്നു ഈ ഫീൽഡിലേക്ക് വരണതൊന്നും ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ ആങ്ങളൊന്നും സമ്മതിക്കൊന്നുമില്ലായിരുന്നു. കല്യാണത്തിന് മുമ്പ് ചേച്ചി ഫോട്ടോഗ്രാഫർ ആണ്. ഞാൻ 2002 കല്യാണം 2005 അപ്പോഴൊക്കെ പോകുമ്പോൾ വൈകുന്നേരമൊക്കെ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ അമ്മ ഇരുന്ന് കരയും, എൻ്റെ ചേട്ടൻ തല്ലുവേ. അത് ഓർത്തിട്ട് അമ്മ കരയും. ചേട്ടന് ഇഷ്ടമല്ല അത്ര വൈകിയൊക്കെ പെൺകുട്ടികളെല്ലാം കയറി വരുമ്പോൾ ആൾക്കാർ പലതും പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ പണം. എന്നാലും പോകും ഞാൻ പിറ്റേ ദിവസം, എന്നാലും പോകും, പോയി പിന്നെ ഇവര് പറയണമെന്ന് ഒന്നല്ലാണ്ട്. പക്ഷെ അന്ന് സത്യം പറഞ്ഞ അന്ന് എൻ്റെ ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ അടങ്ങി ഒതുങ്ങി പെരക്കകത്ത് ഇരുന്നിരുന്നെങ്കിൽ ഞാൻ ഒന്നല്ലാതായി മാറുമായിരുന്നു. ഒരു പക്ഷെ ആ തൻ്റെ ഇടമാണ് ഇന്ന് കരുത്തായത്. സത്യം. അതിനെ പല രീതിയിൽ വ്യാഖ്യാനിച്ചവരുണ്ട്. തൻ്റെ ഇടത്തിന് വാചാലത്തി, സാമർത്ഥ്യക്കാരത്തി, അഹങ്കാരി, അങ്ങനത്തെ പല ഭാഷയിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. ഞാനെന്ന് സത്യം ഈശ്വരനെ എനിക്കും അറിയാം. ഞാൻ ആരെ അങ്ങനെ ബോധിപ്പിക്കാറില്ല. എനിക്ക് എൻ്റെതായ ശരികളുണ്ട്. ആ ശരിയാണെന്ന് തോന്നിയിട്ട് തന്നെ ഞാൻ ജീവിക്കാറുണ്ട്. അത് ഇന്നും അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ചേച്ചി ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് പേര് മീഡിയാസ് ഒരുപാട് വന്നിട്ടുണ്ട്. ചിലർക്ക് സിനിമ കഥയാക്കാനും ഒക്കെ വന്നിട്ടുണ്ട്, വെബ് സീരീസും ഒക്കെ ആക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ചേച്ചിയുടെ അത്തരത്തിലുള്ള ഏതെങ്കിലും വർക്ക്? ഇപ്പോൾ ഡോക്യുമെന്ററീസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ചേച്ചി, ഇപ്പോൾ വെബ് സീരീസ് വരാൻ പോകുന്നുണ്ട്. അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ. ഈ അങ്ങനെ ഒരു തലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരെയും ഓരോ കുട്ടികളെയും കാണുമ്പോൾ, കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മളെ അങ്ങനെ ഒതുങ്ങരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ? ക്ലാസ് എടുക്കും. ഇപ്പൊ കോളേജുകളിൽ തന്നെ ഒത്തിരി കോളേജുകളിൽ വിളിക്കാറുണ്ട് ക്ലാസ്സിനായിട്ടും. ഒരു ഇന്റർവ്യൂ പോലെ എന്തിനൊക്കെ ആയിട്ട് തന്നെ വിളിക്കാറുണ്ട്. ഇപ്പൊ സെന്റ് തെരേസസ് കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, അങ്ങനെ ഒത്തിരി കോളേജുകളിലേക്ക് ഞാനിങ്ങനെ പോവാറുണ്ട്. പിള്ളേരോടൊന്ന് പിള്ളേരെ മുന്നിൽ സംസാരിക്കുമ്പോൾ അത് അവർക്ക് ശരിയാണെന്ന് തോന്നുന്ന വിധത്തിലാണ് എൻ്റെ സംസാരങ്ങൾ ഉണ്ടാവുക. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഈ ഫീൽഡിൽ കഞ്ചാവിൻ്റെ ആയാലും ഫോക്സോ കേസിൻ്റെ ആയാലും എൻ്റെ അനുഭവത്തിൽ വന്ന എല്ലാ കാര്യങ്ങളും ആ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ ഒത്തിരി അവരെ അമ്മമാർ എന്നെ വിളിക്കുകയും മോളിന്ന് വന്ന് ക്ലാസ്സിൽ പറഞ്ഞ് കുറച്ച് അനുഭവം എൻ്റെ മോളെ മാറ്റിമറിച്ച് ഒരുപാട് അനുഭവം എൻ്റെ കുഞ്ഞിന് കിട്ടി എന്ന് പറയുന്ന ആ ഒരു സന്തോഷം റോട്ടിലൊക്കെ കാണും ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കും. അതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ചേച്ചി, അംഗീകാരങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് അംഗീകാരം തന്നിട്ടുണ്ടാവും. അപ്പോൾ സർക്കാർ തലത്തിൽ എന്തെങ്കിലും അംഗീകാരം കിട്ടിയിട്ടുണ്ടോ? ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇപ്പോൾ ആദ്യം 2016 എൻ്റെ ആർട്ടിക്കിൾ വരുന്നത്. ആർട്ടിക്കിൾ വരുന്ന നേരത്തെ ഫസ്റ്റ് തന്നെ DGP സാറാണ്, ബഹ്റ സാറ് DGP വരുന്ന സമയത്താണ് എന്നെ വിളിച്ചും കയറ്റി. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആദ്യം വിളിക്കുന്നത് നമ്മുടെ ബഹ്റ സാറാണ്. അനുമോദിക്കുക, എന്നോട് തിരുവനന്തപുരത്തോട്ട് മാറുന്നു പോലും ആവശ്യപ്പെട്ട മനുഷ്യനാണ്. ഇതിനെ പോലുള്ള ഇതൊന്നും കൂടെ അല്ല പറഞ്ഞ മേഡത്തിനെ പോലുള്ള ഒരു സ്റ്റാഫിനാണ് ഞങ്ങൾക്ക് ആവശ്യം. ആള് ഈ അടുത്ത ദിവസവും ഞാൻ കണ്ടിരുന്നു. അമൃതയിലെ ഒരു പ്രോഗ്രാമിന് ആളെ ഇന്റർവ്യൂ, എനിക്ക് വേണ്ടിയിട്ട് ആളൊരു ഇന്റർവ്യൂ ചേരും.
എൻ്റെ ഒരു സ്റ്റോറി അവർ ചെയ്തിട്ട് അവർക്ക് അത് അവാർഡ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സാർ അതിൽ സംസാരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ചേച്ചിക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാൻ എന്തെങ്കിലും കഴിവോ, സാമ്പത്തികമായി ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എന്ത് തരം സപ്പോർട്ടാണ് ചേച്ചിക്ക് ശരിക്കും കിട്ടേണ്ടത്? എനിക്കിപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ പഠിച്ചിരിക്കുന്നത് എന്തുട്ടെന്നറിയാം, ഒരാളെ ഡിപ്പെൻഡ് ചെയ്യരുത്. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പഠിച്ചതാണ്. ഒരാളെ സഹായം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്ന കുറേ മാനസികമായിട്ട് വേദനിപ്പിക്കുന്ന വാക്കുകൾ, പ്രവർത്തികൾ, അവരിൽ നിന്ന് കിട്ടിയ കുറേ സങ്കടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരു പാഠമാണ്. അപ്പം ഞാൻ അറിയുന്ന എല്ലാവരോടും ഞാൻ പറയും, ഒരാളെയും 1 രൂപയ്ക്ക് പോലും ഡിപ്പെൻഡ് ചെയ്യാൻ അവസരം കൊടുക്കരുത്. ഇല്ലാത്ത കുട്ടി നിന്നേക്കണം. പക്ഷെ അതെല്ലാവരും അല്ല കേട്ടാ, എല്ലാവരും ഞാൻ പറയില്ല. അത് നല്ല മനുഷ്യരുണ്ട്, നല്ലവർ ഒത്തിരി പേരുണ്ട്. പക്ഷെ അല്ലാതെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുകൾ ഉണ്ടായിട്ടുണ്ട്. അവരിൽ നിന്ന് കിട്ടിയ കുറേ അനുഭവങ്ങൾ എന്നെ വേദനിപ്പിക്കുന്നതായിരുന്നു. അത് വല്ലാണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ബിന്ദു ചേച്ചി കരുത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങളുടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. ലക്ഷ്മിക്കും എനിക്ക് ഈ ജോലി തന്നെ മതി. എൻ്റെ മരണം പോലും ഇതോടുകൂടി തീരണമെന്ന് ആഗ്രഹിക്കണം ഞാനാണ്. ഞാൻ ചെയ്യുന്ന ജോലിയിലൂടെ തന്നെ എൻ്റെ മരണവും സംഭവിക്കണം. ഒരിക്കലും ഞാനിതില്ലാതെ ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നതും എൻ്റെ മനസ്സിനെ സമാധാനിപ്പിക്കുന്നതും എൻ്റെ ഈ ജോലിയാണ്. ഇതില്ലാതെ എൻ്റെ വീട്ടിൽ കുറേ നാൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞാനൊരു ബോഡി ആവാൻ സാധ്യത ഉണ്ടാവും. ചേച്ചിയുടെ ജീവിതം ഇൻസ്പിറേഷനാണ്. അതങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷേ ഇതിനകത്ത് കുറച്ച് തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി മുന്നോട്ട് പോകുന്തോറും ഈ കുഞ്ഞുങ്ങളുടെ കാര്യവും ചേച്ചിയുടെ കാര്യവും ആലോചിക്കുമ്പോൾ കുറച്ച് ആശങ്കകളുണ്ട്. നാളെ അത് ഏത് തരത്തിലാവുമെന്ന് അറിയില്ല. തീർച്ചയായിട്ടും ഞാൻ ചിന്തിക്കുന്നത് ഒരേ രാത്രികളും ഞാൻ കിടന്നുറങ്ങുമ്പോഴും എൻ്റെ ഒരു വേദനയാണത് ഈ ചോദ്യത്തിൻ്റെ. ഒരേ രാത്രി കിടന്നുറങ്ങി നേരം വെളുക്കുമ്പോഴും അത് എൻ്റെ ഒരു വേദന. നാളെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഈ ഫീൽഡ് എത്ര നാളെ ഞാൻ കൊണ്ടു നടക്കാൻ പറ്റും? എൻ്റെ ഒരു വരുമാനം, എൻ്റെ ഇച്ചുമോള് വളരും തോറും ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? അതെൻ്റെ വലിയൊരു വേദനയാണ്. എൻ്റെ കുഞ്ഞിന് ഒരാളെ എനിക്ക് ഏൽപ്പിക്കാൻ പേടിയാണ്. അവൾ വളരും തോറും എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ വിഷ്ണു വളരെ കഷ്ടപ്പെടും. ഇത്രയും പ്രായമുള്ളൊരു കുഞ്ഞിനെ ഞാൻ ആരെ ഏൽപ്പിക്കും? വിശ്വസിച്ച് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകാൻ നമുക്ക് സമാധാനം ഉണ്ടാവും. ഇച്ചുമോളാണെങ്കിൽ ഒന്നും അറിയില്ല, ആരെന്ത് ചെയ്തെന്നറിയില്ല. വാരി കൊടുത്താൽ കഴിക്കാം, അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ അവിടെ കെടുക്കും. ചോദിക്കാൻ അറിയില്ല, അപ്പിട്ടാൽ അത് കോരിക്കളയാൻ അറിയില്ല, അപ്പിപ്പോയി കഴുകിക്കളയാൻ അറിയില്ല. അപ്പോൾ ആ കുഞ്ഞിനെ ആരൊന്ന് സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇൻ്റർവ്യൂ എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ചേച്ചിയുടെ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം ചേച്ചി തന്നെ കണ്ടെത്തുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ മുൻപോട്ട് പോകുമ്പോൾ എന്താണെന്നുള്ള ആശങ്ക മാറുന്നില്ല. പക്ഷേ ഈ ദിവസത്തിൽ ചേച്ചി പോലൊരു കരുത്തുള്ള ഒരു പെണ്ണിനെ തന്നെ പരിചയപ്പെടുത്തണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കരുത്തുള്ള പെണ്ണിനെ തന്നെ പരിചയപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ബിന്ദു ചേച്ചിയോട് തോന്നുന്ന സ്നേഹമാണോ അല്ലെങ്കിൽ ഒരു ബഹുമാനമാണോ എന്താണെന്ന് എനിക്കറിയില്ല. ചേച്ചി എപ്പോഴും മനസ്സിൽ ജീവിക്കും. എൻ്റെ മനസ്സിലെ ഒരു ഹീറോ ആയിട്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമാണ് എനിക്കിപ്പോൾ പറയാൻ കഴിയുക. നന്ദിയുണ്ട് ചേച്ചി സംസാരിക്കാൻ കഴിഞ്ഞു. നമസ്കാരം.